ഞാൻ റെക്കമെൻഡ് ചെയ്ത എല്ലാവരും CV അടിച്ചു. ആ CV അയച്ച എല്ലായിടത്തും CV സെലക്റ്റായി. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. നമ്മുടെ ഒരു കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്കാണ്. അതുപോലെ തന്നെ ആ കസ്റ്റമേഴ്സ് എല്ലാം ചെയ്ത ഒരു മോഡലുണ്ട്. ആ മോഡൽ നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് ആ CV സെലക്ട് ആയെന്നുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ കാണുന്നതാണ് ഫോർമാറ്റ്. ആദ്യം തന്നെ പേര് കൊടുത്തു. പേരിൻ്റെ അടിയിൽ നമ്മൾ ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ജോബ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺടാക്റ്റ് നമ്പർ, മെയിൽ ID, പിന്നെ ലൊക്കേഷൻ എവിടെയാണോ പ്രസൻറ്റ് അവിടുത്തെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ലിങ്ക്ഡിൻ്റെ URL കൊടുത്തിട്ടുണ്ട്. ടച്ച് ചെയ്താൽ നേരെ ലിങ്ക്ഡിനിലേക്ക് തന്നെ പോകും. അതുപോലെ തന്നെ മെയിൻ ഒരു കാര്യമാണ് വിസ സ്റ്റാറ്റസ്, അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സമ്മറിയിൽ എന്തായാലും നമ്മുടെ എത്ര ഇയറാണ് എക്സ്പീരിയൻസ് കാര്യങ്ങൾ അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള കീ സ്കിൽസുകൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ട് താഴെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ആയിട്ടുള്ളത് മാത്രം കൊടുത്തു. ഈ 10th +2 അതെല്ലാം അവോയ്ഡ് ചെയ്യുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ അച്ചീവ്മെൻറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. ATS കൂടാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നതാണ് അച്ചീവ്മെൻറ്റ്സ്. അതുപോലെ തന്നെ കീ സ്കിൽസ് പോയിൻറ്റ്സുകൾ നമ്മളെല്ലാം വിട്ടുപോകാതെ എല്ലാ പോയിൻറ്റ്സുകളും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ടെക്നിക്കൽ സ്കിൽസാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഏതൊക്കെ സോഫ്റ്റ്വെയർ ആണോ പഠിച്ചിട്ടുള്ള ആ സോഫ്റ്റ്വെയർസിൻ്റെ പേരെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ഇൻഫോയിൽ വലിച്ചു നീട്ടാതെ ആകെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം. നാഷണാലിറ്റി കൊടുത്തു, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു, ജെൻഡർ കൊടുത്തു, വേറെ ഒന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ GCC ലൈസൻസ് ഉണ്ടെങ്കിൽ അതെന്തായാലും കൊടുക്കേണ്ടതാണ്. നല്ല ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ലാംഗ്വേജസ് നോൺ ആസ് കൊടുത്തു. ഇനി ലെഫ്റ്റ് സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ക്രോണോളജിക്കൽ ഓർഡറിലാണ് എക്സ്പീരിയൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. റീസെൻ്റായിട്ട് വർക്ക് ചെയ്ത കാര്യങ്ങൾ മുകളിൽ കൊടുത്തു. എന്ത് ജോബ് പോസ്റ്റിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാര്യങ്ങൾ കൊടുത്തു. അതിനുശേഷം ഏതാണോ പ്ലേസ്, കമ്പനീൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എന്ന് വരികയെന്നുള്ള ആ കാര്യങ്ങളും നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏത് ജോബിനാണോ അപ്ലൈ ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കീവേഡ്സ് അടങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം റീസെൻ്റ് ആയിട്ടുള്ള എല്ലാ എക്സ്പീരിയൻസും ഈ പറഞ്ഞ പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം അതിൽ സ്കിൽസ്, കീവേഡ്സുകൾ ആഡ് ചെയ്തിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റായിട്ട് ഡിക്ലറേഷൻ ആഡ് ചെയ്തു. ഇതാണ് ഈ ഒരു ഫോർമാറ്റ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ATS ഓൺലി റെസ്യൂം ഫോർമാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും.